കാരണം രോഗം വന്നാൽ ചികിത്സിക്കുക എന്നത് അള്ളാഹുവിൻ്റെ വിധിയാണ്. രോഗം വന്നാൽ ചികിത്സിച്ചിട്ട് മാറിയില്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് ഓർത്ത് സമാധാനിക്കണം. ഒട്ടകത്തെ കെട്ടാതെ പള്ളിയിലേക്ക് കയറി വന്ന വ്യക്തിയോട് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒട്ടകത്തെ കെട്ടുകയും വേണം, അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുകയും വേണം. ഒട്ടകത്തെ കെട്ടിയിട്ടും ഒട്ടകത്തെ നഷ്ടപ്പെട്ടാൽ അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കണം. ഇതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഒരു കാര്യം പരിഹരിക്കപ്പെടുമ്പോൾ 100,000 കാര്യങ്ങൾ ഉയർന്നു വരുന്നു. പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്ത് വീട് വെക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയെ സ്ഥലം ഇടപാടുകാരൻ കൂട്ടിക്കൊണ്ടുപോയത് ഒരു ശ്മശാനത്തിലേക്കാണ്. എന്നിട്ട് പറഞ്ഞു, ലോകത്തെവിടെയെങ്കിലും പ്രശ്നങ്ങളില്ലാത്തൊരു പ്രദേശമുണ്ട് എങ്കിൽ അത് ശവക്കല്ലറക്കുള്ളിലാണ്, അവിടെ വീട് വെക്കുവാൻ പറ്റില്ലല്ലോ. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഖബറിലും ശിക്ഷയുണ്ട്. ഒരു ഗർഭസ്ഥ ശിശുവിനും പ്രശ്നങ്ങളില്ലേ? മാതാവിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഇടുക്കത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും രക്ഷപ്പെടാനല്ലേ ആ കുഞ്ഞ് കാലിട്ടടിക്കുന്നത്? ബുദ്ധിമുട്ടോടുകൂടി തന്നെയല്ലേ ഗർഭസ്ഥ ശിശു പുറത്തു വരുന്നത്? വളർച്ചയുടെ ഓരോ ഘട്ടവും അപകടം നിറഞ്ഞതല്ലേ? അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടിയിട്ട് കാര്യമില്ല. വിശ്വാസത്തോടുകൂടി പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നാം പരിശീലിക്കണം. ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും പൊതുവെ നമുക്ക് യഥാർത്ഥ പ്രശ്നങ്ങളും സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്നും തരംതിരിക്കാം. പ്രിയപ്പെട്ടവരുടെ മരണം, ഗുരുതരമായ അസുഖങ്ങൾ, വാർദ്ധക്യം, അംഗവൈകല്യം, ഇതെല്ലാം യഥാർത്ഥ പ്രശ്നങ്ങളാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖം തോന്നുക സ്വാഭാവികമാണ്. എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നാം നിരാശയുടെ പടുകുഴിയിൽ പതിക്കരുത്. എന്നാൽ യഥാർത്ഥ പ്രശ്നങ്ങളെക്കാൾ 10 മടങ്ങ് സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. തലവേദന വന്നാൽ ട്യൂമറാണെന്നും, വയറുവേദന വന്നാൽ അർബുദമാണെന്നും, പനി വന്നാൽ രക്താർബുദമാണെന്നും ഭയപ്പെട്ട് ഇല്ലാത്ത അസുഖങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് കഴിയുന്ന ആളുകൾ, നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പോലും പ്രകോപിതരായി കോപത്തിന് അടിമകളായി തങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, കുറ്റബോധം കൊണ്ട് നീറി നിദ്ര പോലും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ, സന്താനങ്ങൾ വീടിൻ്റെ പുറത്തേക്ക് പോയാൽ അവർക്കെന്തെങ്കിലും പറ്റുമോ എന്നോർത്ത് ഉത്കണ്ഠയോടെ കഴിയുന്നവർ, തങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം മറ്റുള്ളവർ ഉയരുന്നില്ല എങ്കിൽ ദുഃഖം അനുഭവപ്പെടുന്നവർ, ആരെങ്കിലും തങ്ങളുമായി യോജിച്ചാൽ സന്തോഷിക്കുകയും വിയോജിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെ അനാവശ്യമായ ഭയത്താൽ സ്വയം നരകം സൃഷ്ടിച്ചവരാണ് ചുറ്റുപാടും. ഇത്തരം സങ്കല്പിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മെ വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നു. വിഷാദ രോഗം പിടിപെട്ടാൽ പിന്നെ വിഷാദത്തിൻ്റെ ഭൂതക്കണ്ണാടിയിലൂടെ ഭാവിയും ഭൂതവും കാണുകയുള്ളൂ. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം വിഷാദം നിറഞ്ഞ ദിനങ്ങൾ മാത്രം, ഭാവിയിലേക്ക് നോക്കിയാലും വിഷാദം നിറഞ്ഞ ചിന്തകൾ മാത്രം മനസ്സിൽ. ഇതെങ്ങനെയാണ് നമുക്ക് പരിഹരിക്കുവാൻ കഴിയുന്നത്? നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും ഒരുപോലെയല്ല. ചിലപ്പോൾ നമുക്ക് സന്തോഷം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ ആഹ്ലാദം, ചിലപ്പോൾ മാനത, ചിലപ്പോൾ കോപം, ചിലപ്പോൾ പ്രശാന്തത. ഈ വ്യത്യസ്ത മാനസിക അവസ്ഥകളെ നാം വിശകലനം ചെയ്താൽ അതിന് തൊട്ട് മുൻപുള്ള ചിന്തകളാണ് ഇത്തരം ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നത്. സന്തോഷം നിറഞ്ഞ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതെങ്കിൽ സന്തോഷം അനുഭവപ്പെടുന്നു. ദുഃഖം നിറഞ്ഞ ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ദുഃഖം അനുഭവപ്പെടുന്നു. കോപം നിറഞ്ഞ ചിന്തകളാണ് നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ കോപം അനുഭവപ്പെടുന്നു. രോഗത്തെ സംബന്ധിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ നാം രോഗികളാണെന്ന് തോന്നും. അപ്പോൾ ഈ ചിന്തകളെ നാം നിയന്ത്രിക്കുവാൻ സാധിക്കണം. സങ്കല്പിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അടിത്തറ തന്നെ അനാവശ്യമായ ചിന്തകളും, അനാവശ്യമായ ചിന്തകളുടെ അടിത്തറ അലസമായ മനസ്സുകളുമാണ്. അലസമായ മനസ്സുകൾക്ക് മാത്രമേ തങ്ങൾ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ എന്നോർത്ത് സമയം കളയാൻ സാധിക്കുകയുള്ളൂ. അലസമായ മനസ്സുകൾക്ക് മാത്രമേ കുശുമ്പിനും വിദ്വേഷത്തിനും സമയം നീക്കിവെക്കുവാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായ മനസ്സുകൾക്ക് മാത്രമേ സങ്കല്പിച്ചുണ്ടാക്കുന്നില്ലാത്ത അസുഖങ്ങളെക്കുറിച്ചോർത്ത് ഭയന്ന് കഴിയുവാൻ സാധിക്കുകയുള്ളൂ. അലസമായ മനസ്സുകൾക്ക് മാത്രമേ സൃഷ്ടാവിനോടും തന്നോടും കുടുംബത്തോടും സമൂഹത്തോടും രാജ്യത്തോടും ലോകത്തോടുമുള്ള ബാധ്യതകൾ വിസ്മരിച്ചുകൊണ്ട് സമയം കളയാൻ സാധിക്കുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആൻ 94-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ പറയുന്നത്, ഫഇദാ ഫറഗത ഫൻസബ്. സമയം കിട്ടിയാൽ നിങ്ങൾ അധ്വാനിക്കുക, വിരമിച്ചാൽ അധ്വാനിക്കുക. 60 സെക്കൻഡുകൾ കൂടുന്നതാണ് ഒരു മിനിറ്റ്, 60 മിനിറ്റുകൾ കൂടുന്നതാണ് ഒരു മണിക്കൂർ, 24 മണിക്കൂറുകൾ കൂടുന്നതാണ് ഒരു ദിവസം, 365 ദിവസങ്ങൾ കൂടുന്നതാണ് ഒരു വർഷം, കുറച്ച് വർഷങ്ങൾ കൂടുന്നതാണ് നമ്മുടെ ജീവിതം. എല്ലാത്തിൻ്റെയും അടിത്തറ നിമിഷമാണ്. ആ നിമിഷത്തെ അർത്ഥപൂർണ്ണമാക്കുവാൻ സാധിച്ചാൽ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുവാൻ സാധിക്കും. പക്ഷെ നാം എപ്പോഴും ഇന്നലെകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും നാളെകളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നു. മരിച്ച ഇന്നലെകളുടെയും പിറക്കാനിരിക്കുന്ന നാളെകളുടെയും ഭാരം ഇന്നെന്ന യാഥാർത്ഥ്യത്തോടൊപ്പം ചേർത്താൽ ഏതൊരു ശക്തനും പതറിപ്പോകും. അതുകൊണ്ട് ഇന്നലെകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്നല്ലാതെ ഇന്നലെകളെക്കുറിച്ചോർത്ത് ദുഃഖിക്കാതെ നാളേക്ക് വേണ്ടി തയ്യാറെടുക്കുകയും ഇന്നെന്ന യാഥാർത്ഥ്യത്തിൽ ഓരോ നിമിഷത്തോടും ആത്മാർത്ഥത പുലർത്തിയാൽ എല്ലാ ഇന്നലെകളും മനോഹരങ്ങളായ സങ്കല്പങ്ങളും എല്ലാ നാളെകളും
മനോഹരങ്ങളായ സ്വപ്നങ്ങളുമായി തീരും. അതിന് നമുക്കൊരു ജീവിത പദ്ധതി വേണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം പരലോക വിജയമാണ്. ആ പരലോക വിജയത്തിന് തടസ്സം വരാത്ത ജീവിത ലക്ഷ്യങ്ങളായിരിക്കണം. സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് വ്യഭിചാരശാല നടത്താനോ മദ്യശാല നടത്താനോ കരിഞ്ചന്ത നടത്താനോ പൂഴ്ത്തിവെപ്പ് നടത്താനോ ഒരു മുസ്ലിമിന് പറ്റില്ല. അപ്പോൾ ഇസ്ലാം അനുവദിക്കുന്നതായ ജീവിത ലക്ഷ്യം നാം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ദിവസം ചെയ്യേണ്ടത്, ഒരാഴ്ച ചെയ്യേണ്ടത്, ഒരു വർഷം ചെയ്യേണ്ടത്, 5 വർഷങ്ങളിൽ നാം നേടിയെടുക്കേണ്ടതെല്ലാം വ്യക്തമായി മനസ്സിലാക്കുകയും അത് സ്വപ്നങ്ങളായി മനസ്സുകളിലും പദ്ധതികളായി കടലാസിലും അവശേഷിക്കാതെ പ്രയോഗവൽക്കരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. അനാവശ്യമായ ചിന്തകളിൽ നിന്നും സങ്കല്പിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കും. ഇതിനർത്ഥം വിഷാദ ചിന്തകൾ നമ്മിൽ വരില്ല എന്നല്ല. നമ്മുടെ ശിരസിൻ്റെ മുകളിലൂടെ പറവകൾ പറന്നു പോകുന്നത് തടയാൻ നമ്മെ കൊണ്ട് സാധിക്കില്ല. എന്നാൽ പറവകൾ നിങ്ങളുടെ ശിരസിൻ്റെ മുകളിൽ വന്ന് കൂടുവെക്കുവാൻ പോയാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതുപോലെ വിഷാദമായ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. പക്ഷേ അവിടെ കൂടുവെക്കുവാൻ നാം ഒരിക്കലും അനുവദിക്കാതിരിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറുൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. പരലോകത്തിനു വേണ്ടി അള്ളാഹു നൽകിയ വിഭവങ്ങൾ കൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടുക, പക്ഷേ ഇഹലോകത്ത് വിസ്മരിക്കരുത്. ജുമ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ജീവിത വിഭവം തേടി വ്യാപിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അടുത്ത നിമിഷത്തിൽ മരിക്കുന്നവനെ പോലെ നിങ്ങൾ സൂക്ഷ്മത പുലർത്തുക, എന്നാൽ ഒരിക്കലും മരിക്കാത്തവരെ പോലെ നിങ്ങൾ അധ്വാനിക്കുക. അടുത്ത നിമിഷം ഖിയാമത്ത് നാൾ അന്ത്യദിനം സംഭവിക്കുകയാണെങ്കിൽ പോലും കയ്യിലൊരു തൈ ഉണ്ടെങ്കിൽ നടണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ അധ്വാനിക്കാതെ ഇരുന്ന ആളുകളെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് മഹാനായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആകാശം സ്വർണവും വെള്ളിയും ചൊരിയുകയില്ല, നാം അധ്വാനിക്കണം. ഈ ഗൾഫിലെല്ലാം ജോലിക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ചിലപ്പോൾ ഒരു ഡ്രൈവർ തസ്തികയിലായിരിക്കും വരുന്നത്. ആ ഡ്രൈവറിന് അതിൻ്റെതായ ജോലിക്ക് ബഹുമാനമുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഡ്രൈവർ ജോലിക്ക് വന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ഖത്തറിൽ അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അവിടെ ഏറ്റവും വലിയൊരു വ്യവസായിയായി തീർന്നു. ചുറ്റുപാടും നമ്മുടെ കഴിവുകൾ കണ്ടെത്തണം. പലപ്പോഴും ഡ്രൈവർ ജോലി രാജിവെച്ച് മറ്റൊരു ജോലിയിൽ പോയാൽ പരാജയപ്പെടുമോ എന്ന ഭയമാണ്. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളിൽ എത്ര കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എത്ര കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നു എന്നതല്ല പ്രശ്നം. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു കഴിവ് കണ്ടെത്തിയത് പ്രോത്സാഹിപ്പിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാം, നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് വിജയിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിനും അതുകൊണ്ട് ഗുണമുണ്ടാകും. ഭയപ്പെടരുത്. 2 വിത്തുകളുടെ കഥ പറഞ്ഞു തരാം. 2 വിത്തുകളുണ്ടായിരുന്നു. ഒരു വിത്ത് പറഞ്ഞു, എനിക്ക് ഭയമാണ്, ഭൂമിയുടെ അന്ധകാരത്തെ എനിക്ക് ഭയമാണ്, അതുകൊണ്ട് എൻ്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറക്കുവാൻ ഞാൻ തയ്യാറല്ല. ഇനി എൻ്റെ നാമ്പുകൾ ഭൂമിയുടെ ഉപരിപാളിയിൽ തുളഞ്ഞ് പുറത്തു വന്ന് പുഷ്പങ്ങൾ വിടർത്തിയാൽ എന്തെങ്കിലും പക്ഷികൾ വന്ന് ഭക്ഷിക്കും, അതുകൊണ്ട് അതിന് ഞാൻ തയ്യാറല്ല. സുരക്ഷിതമായൊരു സമയം വരുന്നതുവരെ ഞാൻ ഭൂമിക്കടിയിൽ കിടന്നുകൊള്ളാം. അല്പ ദിവസം കഴിഞ്ഞ് ഒരു കോഴി വന്ന് മണ്ണ് മാന്തി ആ വിത്തെടുത്ത് ഭക്ഷിച്ചു. മറ്റേ വിത്ത് പറഞ്ഞു, എനിക്ക് വളരണം, വലിയ വൃക്ഷമായി തീരണം, എൻ്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറക്കണം, എൻ്റെ നാമ്പുകൾ ഭൂമിയുടെ ഉപരിപാളിയെ തുളച്ച് പുറത്ത് കടത്തി എൻ്റെ പുഷ്പങ്ങൾ വിടർത്തണം, അതിന് സൂര്യപ്രകാശം തലോടണം. ആ വിത്ത് വളർന്ന് വലിയൊരു വൃക്ഷമായി തീർന്നു. എന്തിനാ നാം ഭയപ്പെടുന്നത്? ആദ്യമായി നടക്കുവാൻ ശ്രമിച്ചപ്പോൾ നാം വീണിട്ടില്ലേ? നീന്തുവാൻ ശ്രമിച്ചപ്പോൾ നാം വെള്ളം കുടിച്ചിട്ടില്ലേ? ആദ്യമായി ക്രിക്കറ്റ് കളിച്ചപ്പോൾ ആദ്യത്തെ പന്തിൽ നിന്ന് തന്നെ 6 അടിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ലോകപ്രസിദ്ധമായ ഗോൽക്കൊണ്ട എന്ന വജ്രഖനി കണ്ടെത്തിയത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് വലിയൊരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു, സന്തുഷ്ടനായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരിക്കലും ഒരു സന്യാസി പോലൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇതൊന്നുമല്ല യഥാർത്ഥ ധനം. യഥാർത്ഥ ധനം എന്ന് പറയുന്നത് വജ്രമാണ്, ഡയമണ്ട്സ് ആണ്. അതുകൊണ്ട് വജ്രം തേടി പോകണം. ഇദ്ദേഹം അന്ന് രാത്രി ദുഃഖിതനായി കിടന്നുറങ്ങി. സമ്പത്തിലൊരു കുറവും വന്നിട്ടില്ല, പക്ഷെ മനസ്സിൽ ദരിദ്രനായിപ്പോയി. അങ്ങനെ പിറ്റേന്ന് എഴുന്നേറ്റ് സമ്പത്ത് മുഴുവനും വിറ്റ് ഡയമണ്ട്സ് തേടി, വജ്രം തേടി പുറപ്പെട്ടു. വജ്രം ലഭിച്ചില്ല. നിരാശനായ അയാൾ ആത്മഹത്യ ചെയ്തു. ഇയാളിൽ നിന്നും വസ്തു വാങ്ങിയ മനുഷ്യൻ ഒരു ദിവസം ആ പ്രദേശത്തിലൂടെ നടന്നു പോകുമ്പോൾ അരുവിക്കടുത്ത് കിടന്ന് പ്രത്യേക തരത്തിലുള്ളൊരു കല്ല് കണ്ടു. അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയ സന്യാസി പോലെയുള്ള വ്യക്തി വന്നിട്ട് ചോദിച്ചു, ഈ കല്ല് എവിടെ നിന്ന് ലഭിച്ചു? അദ്ദേഹം പറഞ്ഞു, തൊട്ടടുത്ത് അരുവിക്കടുത്ത് നിന്ന്. അങ്ങനെ അവർ ഇരുവരും ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് കല്ലുകൾ. അങ്ങനെയാണ് ലോകപ്രസിദ്ധമായ വജ്രഖനി കണ്ടെത്തുന്നത്. ടാഗോറിൻ്റെ മനോഹരമായ വരിയുണ്ട്, ഞാൻ പണം ചെലവഴിച്ച് ഒരുപാട് പണം ചെലവഴിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി മനോഹരങ്ങളായ പർവ്വതങ്ങളും സമതലങ്ങളും സാഗരങ്ങളും പുഴകളും കണ്ടു. അവസാനം ഞാൻ കാണുവാൻ മറന്നുപോയ മനോഹരമായ കാഴ്ചയുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്തെ പുൽക്കൊടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളിയിൽ സൂര്യ